അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന പാതയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിലും കളിക്കളത്തിൽ സൗഹൃദത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. കായികരംഗത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള US ശ്രമങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷന് പരാതി നൽകിയിരിക്കുകയാണ് ഇറാൻ. കളിക്കളങ്ങൾ എപ്പോഴും സൗഹൃദത്തിന്റെയും തുല്യതയുടെയും വേദികളാണെന്നാണ് പറയാറ്. എന്നാൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളും അമേരിക്കയുടെ ലോക പോലീസിംഗും ചേരുമ്പോൾ ഫുട്ബോൾ മൈതാനങ്ങൾ വെറുമൊരു കളിസ്ഥലമല്ലാതായി മാറുകയാണ്. ഫുട്ബോൾ യുണൈറ്റ്സ് ദ വേൾഡ്. കാൽപന്ത് കളി ലോകത്തെ ഒന്നിച്ചു നിർത്തും. ലോകത്തിലെ ക്യാപ്റ്റൻസ് ആംബാൻഡിലുള്ള സന്ദേശമാണിത്. എന്നാൽ അത് വെറും അക്ഷരങ്ങൾ മാത്രമായി ചുരുങ്ങുകയാണ്. സൊമാലിയൻ റഫറി ഒമർ അബ്ദുൽ ഖാദിർ അർത്താനെ US അധികൃതർ തിരിച്ചയച്ചത് ഈ ലോകകപ്പിലുണ്ടായ വിവേചനത്തിന്റെ ആദ്യ പാഠം. ഉറുഗ്വേ ടീം അംഗങ്ങളുടെ ലഗേജുകൾ സ്നിഫർ നായകളെ ഉപയോഗിച്ച് പരിശോധന നടത്തിയത് വിവേചനത്തിന്റെ രണ്ടാം പാഠം. ഒടുവിലിതാ ഇറാനോടും. മത്സരത്തിന് 24 മണിക്കൂർ മുമ്പ് മാത്രമേ അമേരിക്കയിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. ന്യൂസിലാൻഡിനെതിരായ ആദ്യ കളി കഴിഞ്ഞാൽ ഉടൻ കളിക്കാർക്ക് ശ്വാസം വിടാൻ പോലും സമയം നൽകാതെ മെക്സിക്കോയിലെ ക്യാമ്പിലേക്ക് മടങ്ങാൻ US അധികൃതർ ആവശ്യപ്പെട്ടു. അമേരിക്കയുടെ നടപടി ഇറാനുമേൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഉപരോധങ്ങളും യാത്രാവിലക്കുകളും കായികരംഗത്തേക്കും വലിച്ചിഴയ്ക്കുന്നതിലൂടെ അമേരിക്ക രാഷ്ട്രീയ വിദ്വേഷം തീർക്കുകയാണെന്ന ഗുരുതര ആരോപണമാണ് ഉയരുന്നതും. കായികരംഗത്തെ രാഷ്ട്രീയവൽക്കരിക്കുവാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷന് ഔദ്യോഗികമായി പരാതി നൽകാനാണ് ഇറാന്റെ നീക്കം. അമേരിക്കയുടെ നടപടികൾ ഏകപക്ഷീയമാണെന്നും കായികരംഗത്ത് രാഷ്ട്രീയ വിദ്വേഷം കലർത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ഇറാൻ കുറ്റപ്പെടുത്തി. വിവേചനപരമായ നടപടിക്കെതിരെ ഫിഫ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഇറാന്റെ ആവശ്യം. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.